സംഖ്യാപുസ്തകം അധ്യായം 26. ബാധ കഴിഞ്ഞ ശേഷം യഹോവ മോശയോടും പുരോഹിതനായ അഹരോന്റെ മകൻ എലയാസറിനോടും ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയെയും 20 വയസ്സ് മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള എല്ലാവരെയും ഗോത്രം ഗോത്രമായി എണ്ണി തുകയെടുപ്പിനെന്ന് കൽപ്പിച്ചു. അങ്ങനെ മോശയും പുരോഹിതനായ എലയാസറും യെരിഹോവിൻ്റെ സമീപത്ത് യോർദാൻ നരികെയുള്ള മൊവാബ് സമഭൂമിയിൽ വെച്ച് അവരോട്, യഹോവ മോശയോടും മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ മക്കളോടും കൽപ്പിച്ചതുപോലെ 20 വയസ്സ് മുതൽ മേലോട്ടുള്ളവരുടെ തുകയെടുപ്പിൻ എന്ന് പറഞ്ഞു. ഇസ്രായേലിൻ്റെ ആദ്യജാതൻ രൂബേൻ്റെ പുത്രന്മാർ ഹനോക്കിൽ നിന്ന് ഹനോക്യ കുടുംബം, പല്ലുവിൽ നിന്ന് പല്ലൂവ്യ കുടുംബം, ഹെസ്രോനിൽ നിന്ന് ഹെസ്രോന്യ കുടുംബം, കർമ്മിയിൽ നിന്ന് കർമ്മ്യ കുടുംബം. ഇവയാകുന്നു രൂബേന്യ കുടുംബാംഗങ്ങൾ. അവരിൽ എണ്ണപ്പെട്ടവർ 43,730 പേർ. പല്ലുവിൻ്റെ പുത്രന്മാർ ഏലിയാബ്, ഏലിയാബിൻ്റെ പുത്രന്മാർ നെമുവേൽ, ദാദാൻ, അബീറാം. യഹോവയ്ക്ക് വിരോധമായി കലഹിച്ചപ്പോൾ കോരഹിൻ്റെ കൂട്ടത്തിൽ മോശയ്ക്കും അഹരോനും വിരോധമായി കലഹിച്ച സംഘ സദസ്യന്മാരായ ദാദാനും അബിറാമും ഇവർ തന്നെ. ഭൂമി വായു തുറന്ന് അവരെയും കേരഹിനെയും വിഴുങ്ങിക്കളയുകയും തീ 250 പേരെ ദഹിപ്പിക്കുകയും ചെയ്ത സമയം ആ കൂട്ടം മരിച്ചു. അവർ ഒരു അടയാളമായി തീർന്നു. എന്നാൽ കോരഹിൻ്റെ പുത്രന്മാർ മരിച്ചില്ല. ശിമെയോന്റെ പുത്രന്മാർ കുടുംബം കുടുംബമായി ആരെന്നാൽ, നെമുവേലിൽ നിന്ന് നെമുവേല്യ കുടുംബം, യാമിനിൽ നിന്ന് യാമിന്യ കുടുംബം, യാഖിനിൽ നിന്ന് യാഖിന്യ കുടുംബം, സേറഹിൽ നിന്ന് സേറഹ്യ കുടുംബം, ഷൗലിൽ നിന്ന് ഷൗല്യ കുടുംബം. ശിമയോന്യ കുടുംബാംഗങ്ങളായ ഇവർ 22,200 പേർ. ഗാദിന്റെ പുത്രന്മാർ കുടുംബം കുടുംബമായി ആരെന്നാൽ, സെഫൂനിൽ നിന്ന് സെഫൂന്യ കുടുംബം, ഹഗിയിൽ നിന്ന് ഹഗിയ കുടുംബം, ശൂനിയിൽ നിന്ന് ശൂനിയ കുടുംബം, ഒസ്നിയിൽ നിന്ന് ഒസ്നിയ കുടുംബം, ഏരിയിൽ നിന്ന് ഏരിയ കുടുംബം, അറോദിൽ നിന്ന് അറോദ്യ കുടുംബം, അരേലിയിൽ നിന്ന് അരേല്യ കുടുംബം. അവരിൽ എണ്ണപ്പെട്ടവരായി ഗാദ് പുത്രന്മാരുടെ കുടുംബാംഗങ്ങളായ ഇവർ 40,500 പേർ. യഹൂദയുടെ പുത്രന്മാർ ഏരും ഓനാനും ആയിരുന്നു. ഏരും ഒനാനും കനാൻ ദേശത്ത് വെച്ച് മരിച്ചുപോയി. യഹൂദയുടെ പുത്രന്മാർ കുടുംബം കുടുംബമായി ആരെന്നാൽ, ഷേലയിൽ നിന്ന് ഷെലാന്യ കുടുംബം, ഫേരസിൽ നിന്ന് ഫെരസ്യ കുടുംബം, സേരഹിൽ നിന്ന് സെറഹ്യ കുടുംബം. ഫേരസിൻ്റെ പുത്രന്മാർ ഹെസ്രോനിൽ നിന്ന് ഹെസ്രോന്യ കുടുംബം, ഹാമൂലിൽ നിന്ന് ഹാമൂല്യ കുടുംബം. അവരിൽ എണ്ണപ്പെട്ടവരായി യഹൂദ കുടുംബാംഗങ്ങളായ ഇവർ 76,500 പേർ. ഇസാഖാരിന്റെ പുത്രന്മാർ കുടുംബം കുടുംബമായി ആരെന്നാൽ, തൊലാവിൽ നിന്ന് തൊലാവ്യ കുടുംബം, പൂവയിൽ നിന്ന് പൂവ്യ കുടുംബം, യാശൂബിൽ നിന്ന് യാശൂബ്യ കുടുംബം, ഷിമ്രോനിൽ നിന്ന് ഷിമ്രോന്യ കുടുംബം. അവരിൽ എണ്ണപ്പെട്ടവരായി ഇസാഖാർ കുടുംബാംഗങ്ങളായ ഇവർ 64,300 പേർ. സെബുലൂന്റെ പുത്രന്മാർ കുടുംബം കുടുംബമായി ആരെന്നാൽ, സെരദിൽ നിന്ന് സെരദ്യ കുടുംബം, എലോനിൽ നിന്ന് എലോന്യ കുടുംബം, യഹ്ലേലിൽ നിന്ന് യഹ്ലേല്യ കുടുംബം. അവരിൽ എണ്ണപ്പെട്ടവരായി സെബുലൂന്യ കുടുംബാംഗങ്ങളായ ഇവർ 60,500 പേർ. യോസേഫിന്റെ പുത്രന്മാർ കുടുംബം കുടുംബമായി ആരെന്നാൽ, മനശ്ശെയും എഫ്രൈമും. മനശ്ശെയുടെ പുത്രന്മാർ മാഖിരിൽ നിന്ന് മാഖിരിയ കുടുംബം. മാഖിർ ഗിലെയാദിനെ ജനിപ്പിച്ചു. ഗിലെയാദിൽ നിന്ന് ഗിലെയാദ്യ കുടുംബം. ഗിലെയാദിന്റെ പുത്രന്മാർ ആരെന്നാൽ, ഇയസേരിൽ നിന്ന് ഇയസേർ കുടുംബം, ഹെലക്കിൽ നിന്ന് ഹെലേക്യ കുടുംബം, അസ്രിയേലിൽ നിന്ന് അസ്രിയേല്യ കുടുംബം, ഷെഖെമിൽ നിന്ന് ഷെഖെമ്യ കുടുംബം, ഷെമിദാവിൽ നിന്ന് ഷെമിദാവ്യ കുടുംബം, ഹെഫേരിൽ നിന്ന് ഹെഫേരിയ കുടുംബം. ഹെഫേരിന്റെ മകനായ സെലോ ഫഹാദിന് പുത്രിമാരല്ലാതെ പുത്രന്മാർ ഉണ്ടായില്ല. സെലോ ഫഹാദിന്റെ പുത്രിമാർ മഹ്ല, നോവ, ഹൊഗ്ല, മിൽക്ക, തിർസ എന്നിവരായിരുന്നു.
അവരിൽ എണ്ണപ്പെട്ടവരായി മനശ്ശെ കുടുംബാംഗങ്ങളായ ഇവർ 52,700 പേർ. എഫ്രൈമിന്റെ പുത്രന്മാർ കുടുംബം കുടുംബമായി ആരെന്നാൽ, ശുദേലഹിൽ നിന്ന് ശുദേലാക്യ കുടുംബം, ബഖേലിൽ നിന്ന് ബഖേരിയ കുടുംബം, തഹനിൽ നിന്ന് തഹന്യ കുടുംബം. ശുദേലഹിന്റെ പുത്രന്മാർ ആരെന്നാൽ, ഇറാനിൽ നിന്ന് ഇറാന്യ കുടുംബം. അവരിൽ എണ്ണപ്പെട്ടവരായി എഫ്രൈം കുടുംബാംഗങ്ങളായ ഇവർ 32,500 പേർ. ഇവർ കുടുംബം കുടുംബമായി യോസേഫിന്റെ പുത്രന്മാർ. ബെന്യാമിന്റെ പുത്രന്മാർ കുടുംബം കുടുംബമായി ആരെന്നാൽ, ബേലയിൽ നിന്ന് ബെലവ്യ കുടുംബം, അസ്ബേലിൽ നിന്ന് അസ്ബേല്യ കുടുംബം, അഹിറാമിൽ നിന്ന് അഹിറാമ്യ കുടുംബം, ഷെഫൂമിൽ നിന്ന് ഷെഫൂമ്യ കുടുംബം, ഹുഫാമിൽ നിന്ന് ഹുഫാമ്യ കുടുംബം. ബേലിയുടെ പുത്രന്മാർ അർദും നാമാനും ആയിരുന്നു. അർദിൽ നിന്ന് അർദ്യ കുടുംബം, നമാനിൽ നിന്ന് നമാന്യ കുടുംബം. ഇവർ കുടുംബം കുടുംബമായി ബെന്യാമിന്റെ പുത്രന്മാർ. അവരിൽ എണ്ണപ്പെട്ടവർ 45,600 പേർ. ദാന്റെ പുത്രന്മാർ കുടുംബം കുടുംബമായി ആരെന്നാൽ, ഷുഹാമിൽ നിന്ന് ഷുഹാമ്യ കുടുംബം. ഇവർ കുടുംബം കുടുംബമായി ധാന്യ കുടുംബാംഗങ്ങൾ ആകുന്നു. ഷുഹാമ്യ കുടുംബങ്ങളിൽ എണ്ണപ്പെട്ടവർ എല്ലാം കൂടി 64,400 പേർ. ആശേരിന്റെ പുത്രന്മാർ കുടുംബം കുടുംബമായി ആരെന്നാൽ, ഇമ്നയിൽ നിന്ന് ഇമ്നിയ കുടുംബം, ഇഷ്വയിൽ നിന്ന് ഇഷ്വയ കുടുംബം, ബെരിയാവിൽ നിന്ന് ബെരിയാവ്യ കുടുംബം. ബെരിയാവിന്റെ പുത്രന്മാരുടെ കുടുംബങ്ങൾ ആരെന്നാൽ, ഹെബേരിൽ നിന്ന് ഹെബേരിയ കുടുംബം, മൽക്കിയയിൽ നിന്ന് മൽക്കിയേല്യ കുടുംബം. ആശേരിന്റെ പുത്രിക്ക് സാറ എന്ന് പേർ. ഇവർ ആശേർ പുത്രന്മാരുടെ കുടുംബങ്ങൾ. അവരിൽ എണ്ണപ്പെട്ടവർ 53,400 പേർ. നഫ്താലിയുടെ പുത്രന്മാർ കുടുംബം കുടുംബമായി ആരെന്നാൽ, യഹ്സേലിൽ നിന്ന് യഹ്സേല്യ കുടുംബം, ശൂനിയിൽ നിന്ന് ശൂന്യ കുടുംബം, യസേരിൽ നിന്ന് യസേരിയ കുടുംബം, ഷിലോമിൽ നിന്ന് ഷിലോമ്യ കുടുംബം. ഇവർ കുടുംബം കുടുംബമായി നഫ്താലി കുടുംബങ്ങൾ ആകുന്നു. അവരിൽ എണ്ണപ്പെട്ടവർ 45,400 പേർ. ഇസ്രായേൽ മക്കളിൽ എണ്ണപ്പെട്ട ഇവർ 6,01,730 പേർ. പിന്നെ യഹോവ മോശയോട് അരുളി ചെയ്തത്, ഇവർക്ക് ആളെണ്ണത്തിന് ഒത്തവണ്ണം ദേശത്തെ അവകാശമായി വിഭാഗിച്ച് കൊടുക്കുകയാണ്. ആളേറെയുള്ളവർക്ക് അവകാശമേറെയും ആൾ കുറവുള്ളവർക്ക് അവകാശം കുറച്ചും കൊടുക്കുകയാണ്. ഓരോരുത്തന് അവനവൻ്റെ ആളെണ്ണത്തിന് ഒത്തവണ്ണം അവകാശം കൊടുക്കുകയാണ്. ദേശത്തെ ചീട്ടിട്ട് വിഭാഗിക്കുകയാണ്. അതത് പിതൃഗോത്രത്തിൻ്റെ പേരിനൊത്തവണ്ണം അവർക്ക് അവകാശം ലഭിക്കുകയാണ്. ആൾ ഏറെയുള്ളവർക്കും കുറേയുള്ളവർക്കും അവകാശം ചീട്ടിട്ട് വിഭാഗിക്കണം. ലേവ്യരിൽ എണ്ണപ്പെട്ടവർ കുടുംബം കുടുംബമായി ആരെന്നാൽ, ഗർഷോനിൽ നിന്ന് ഗർഷോന്യ കുടുംബം, കെഹാത്തിൽ നിന്ന് കെഹാത്യ കുടുംബം, മെറാരയിൽ നിന്ന് മെറായ കുടുംബം. ലേവ്യ കുടുംബങ്ങൾ ആവിത്: ലിബ്നിയ കുടുംബം, ഹെബ്രോന്യ കുടുംബം, മഹ്ലിയ കുടുംബം, മൂഷ്യ കുടുംബം, കോരഹ്യ കുടുംബം. കെഹാത്ത് അമ്രാമിനെ ജനിപ്പിച്ചു. അമ്രാമിൻ്റെ ഭാര്യയ്ക്ക് യൊഖേബേദ് എന്ന് പേർ. അവൾ മിസ്രൈം ദേശത്ത് വെച്ച് ലേവിക്ക് ജനിച്ച മകൾ. അവൾ അമ്രാമിന് അഹ്റോനെയും മോശയെയും അവരുടെ സഹോദരിയായ മിരിയാമിനെയും പ്രസവിച്ചു. അഹ്റോന് നാദാബ്, അബീഹു, എലയാസർ, ഈഥാമാർ എന്നിവർ ജനിച്ചു. എന്നാൽ നാദാമും അബിഹുവും യഹോവയുടെ സന്നിധിയിൽ അന്യാഗ്നി കത്തിച്ച് മരിച്ചുപോയി. 1 മാസം പ്രായം മുതൽ മേലോട്ട് അവരിൽ എണ്ണപ്പെട്ട ആണുങ്ങൾ ആകെ 23,000 പേർ. ഇസ്രായേൽ മക്കളുടെ ഇടയിൽ അവർക്ക് അവകാശം കൊടുക്കായ കൊണ്ട് അവരെ ഇസ്രായേൽ മക്കളുടെ കൂട്ടത്തിൽ എണ്ണിയില്ല. യെരിഹോവിൻ്റെ സമീപത്ത് യോർദാനരികെ മോവാബ് സമഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളെ എണ്ണിയപ്പോൾ മോശയും പുരോഹിതനായ എലിയാസറും എണ്ണിയവർ ഇവർ തന്നെ. എന്നാൽ മോശയും അഹ്റോൻ പുരോഹിതനും സീനായി മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളെ എണ്ണിയപ്പോൾ അവർ എണ്ണിയവരിൽ ഒരുത്തനും ഇവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അവർ മരുഭൂമിയിൽ വെച്ച് മരിച്ചു പോകും എന്ന് യഹോവ അവരെക്കുറിച്ച് അരുളി ചെയ്തിരുന്നു. യെഫൂന്നയുടെ മകൻ കാലെബും നൂന്റെ മകൻ യോശുവയും ഒഴികെ അവരിൽ ഒരുത്തനും ശേഷിച്ചില്ല. ആമേൻ.